നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് പറമ്പിൽ പോയി മാഷ. ആ സമയത്ത് കമല അങ്ങോട്ട് വന്നിട്ടിച്ചു. എന്താ മാഷെ? മാഷ് എന്താ വല്ലാതിരിക്കണേ? ഒന്നുമില്ല. മാഷിന് അവളോടൊന്ന് സംസാരിക്കായിരുന്നു, നന്ദിനിയോട്. ഞാൻ എന്തിനാ അവളോട് സംസാരിക്കുന്നേ? അല്ല, മാഷ് കണ്ടില്ലേ, അവള് ശ്രീജയെ കുറ്റക്കാരിയാക്കാൻ നോക്കിക്കൊണ്ടിരുന്നേ. എന്നിട്ട് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ? പാവ ശ്രീജ അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട്. എന്റെ കമലെ, നന്ദിനിയോട് നമ്മളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ. എന്നാലും അവളിത് എന്ത് പരിപാടി ചെയ്തേ? അവൾക്ക് വിശ്വത്തിനെ ശ്രീജയെ കുറ്റക്കാരാക്കണമെന്ന് തോന്നി. അതുപോലെയുള്ള പ്രവൃത്തികളല്ലോ അവിടെ കാണിച്ചു കൂട്ടിയത്. അതെ, അതിനൊക്കെ ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞു. കാരണോ? എന്ത് കാരണം? അല്ല, ഇത്രയും നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീജ ഒന്നും അല്ലായിരുന്നു തോന്നലുണ്ടായിരുന്നു അവൾക്ക് വീട്ടില്. കാരണം അവളുടെ കെട്ടിയോ സമ്പന്നനാണ്. എന്നിട്ട് പോലും വല്ലപ്പോഴും 500-1000 ചെലവിന് വേണ്ടി തരുന്നെന്ന് പറഞ്ഞുകൊണ്ട് തന്നോണ്ടിരുന്നല്ലേ അവള്. സമ്പന്നനായ മകന്റെ ഭാര്യ. പക്ഷെ ശ്രീജ ആ സമയത്തൊന്നും അല്ലായിരുന്നു, ഒന്നും തരുന്നില്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ ശ്രീജയ്ക്ക് ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് അസൂയായി. ഒരു പക്ഷെ അവളുടെ ഭർത്താവിനേക്കാളും കൂടുതൽ സമ്പാദ്യം ഇവരുണ്ടാക്കിയാലോന്ന് ആ ഒരു പേടി മൂലം എങ്ങനെയെങ്കിലും അതൊന്ന് സ്റ്റോപ്പ് ചെയ്യിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നന്ദിനെ പയറ്റിക്കൊണ്ടിരിക്കണം. അത് മനസ്സിലായില്ലേ? അത് കേട്ടപ്പം കമല പറഞ്ഞു, എന്നാലും അവൾ ഇത്രയ്ക്ക് ദുഷ്ടിയായി പോയല്ലോ. അല്ല മാഷെ, അവളുടെ മുറിയിലൊന്ന് ചെന്ന് പരിശോധിച്ച് നോക്കിയാലോ? എന്തിന്? അവളുടെ മുറി പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അവള് വെല്ലുവിളിച്ചൊരു കാര്യം പറഞ്ഞു കേട്ടോ, മറ്റുള്ളവരുടെ മുറിയും പരിശോധിക്കണമെന്ന്. അങ്ങനെ പരിശോധിച്ചിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ സാധനം കിട്ടാൻ പോകുന്ന മറ്റുള്ളവരുടെ മുറിയെന്നായിരിക്കും. എന്തൊക്കെയാ മാഷെ പറയണേ? നീ ശ്രദ്ധിച്ചോ? നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉടനെ അവള് മുറിയിലേക്ക് കയറിപ്പോയത്. മാഷ അത് ശ്രദ്ധിച്ചോ? ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചു. മിക്കവാറും ശ്രീജിയോ വേദയോ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ട് അവള് തന്നെ ചിലപ്പോൾ അവരുടെയൊക്കെ കട്ടിലിനടിയിലോ അലമാരിയിലോ കൊണ്ടേ വെച്ചെന്നിരിക്കും. എന്നിട്ട് പിന്നെ എന്തു പറയുന്നറിയാവോ? അവരോടുള്ള ദേഷ്യം കൊണ്ട് കമലെ നീ ചെയ്തതാന്ന് അങ്ങനെയൊക്കെ വരുത്തി തീർക്കോള്. അങ്ങനെയൊക്കെ ചെയ്യുവോ? അവളുടെ സ്വഭാവം വെച്ച് അതല്ല, അതിലപ്പുറം ചെയ്യുന്നു പറയണം. ഇനി നമ്മൾ എന്ത് ചെയ്യും മാഷേ? ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കണ്ടേ? എന്ത് പ്രതിവിധി? നേരത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും ആയിരുന്നു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നേ. ഇപ്പൊ അവള് ഓരോരോ പ്രശ്നങ്ങളൊക്കെ മനഃപൂർവ്വം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കമല പറഞ്ഞത് അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. വേദയും വിക്രവും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് വരട്ടെ, എന്നിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്. മാഷ് പറഞ്ഞു, നീ എനിക്ക് ഇടയ്ക്ക് ഇത്തിരി കഞ്ഞിവെള്ളമായിട്ട് പോരെ, ഞാൻ അപ്പുറത്തെ തൊടിയിലേക്ക് പോകുക. അതും പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ടേക്ക് എണീറ്റ് പോയി. ഈ സമയത്ത് കുറെ സമയം ആലോചിച്ചുകൊണ്ട് നിന്ന് കമല. എങ്ങനെയാണെങ്കിലും വെറുതെ വിടാൻ പറ്റില്ലെന്ന് മനസ്സ് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദയും വിക്രവും ക്ഷേത്രത്തിൽ നിന്ന് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ നേരെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മയും സഹായിയായ ആ സ്ത്രീയും കൂടെ ഉണ്ട്. അവർ രണ്ടുപേരും കൂടെ പലഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വേദ ചോദിച്ചു, അല്ല ഇവിടെ ഉള്ളവരൊക്കെ എന്തേന്ന് ചോദിക്കണം. അച്ഛൻ പറഞ്ഞു, ഒന്നും പറയണ്ട എൻ്റെ മോളെ. അല്ല എന്തിയെ അമ്മ എന്തിയെ? എന്ത് ചെയ്യാനാന്ന് പറ, വിശ്വത്തിന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമല പറഞ്ഞു, എൻ്റെ വള കൊടുക്കാം, അത് പണയം വെച്ച് പൈസ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. സുധാകരൻ പറഞ്ഞു, അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് കുറച്ചേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് കമല പോയി മുറിയെ നോക്കി കഴിഞ്ഞപ്പോൾ വള കണ്ടില്ല എന്ന് പറയണം. വള കണ്ടില്ലേ? അതെ, അതിന്റെ പേരിൽ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്ത് പറയാനാ? സുധാകരൻ പറഞ്ഞു, ആ വള പോയിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലുള്ള ആരിലും ആയിരിക്കും. നന്ദിനിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നന്ദിനി ഓരോന്നൊക്കെ പറഞ്ഞു. ഒടുവില് അതൊരു വഴക്കേല കലാശിച്ചെന്ന് പറയണം. ഇത് കേട്ടപ്പം അവിടെ സഹായിക്കാൻ വന്നാൽ ചേച്ചി പറഞ്ഞു, ഇതേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ ഓരോ പെണ്ണുങ്ങൾ വന്ന് കയറുന്നതിൻ്റെയാ. ഞാൻ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സാമിസ് ബേക്കറി ഉണ്ടായിരുന്നല്ലോ, നേരത്തെ ഒന്നായിരുന്നു. കാരണം അവിടുത്തെ ഗോപിച്ചേട്ടൻ്റെ 2 മക്കളും ഗോപിച്ചേട്ടനും കൂടെ നടത്തിക്കൊണ്ടിരുന്ന. പിന്നെ മക്കള് കല്യാണമൊക്കെ കഴിച്ചു വന്നു കഴിഞ്ഞപ്പം അവരുടെ ഭാര്യമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ബേക്കറി നടത്തുന്നതിൽ. പിന്നെ അത് തനിച്ചായി. അങ്ങനെ അത് രണ്ടും പിരിഞ്ഞിപ്പോൾ 2 ബേക്കറിയായി. ഒടുവിൽ എന്തായി? 2 കച്ചവടം ഇല്ലെന്നായി. എന്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, എടി നീ അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങൾ വല്ലയിടത്തും പോയി പറയുവോ? ആ സ്വഭാവം അത്ര ശരിയല്ല കേട്ടോ. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല അമ്മേ എന്നൊക്കെ അവളിങ്ങനെ പറയണം. വേദ പറഞ്ഞു, അച്ഛമ്മേ നമുക്കിതൊക്കെ കൈകാര്യം ചെയ്യാവുന്നുള്ളൂ. എങ്ങനെ? അതൊക്കെ ഉണ്ട്, ചോദ്യം ചെയ്താൽ പോരെ. അച്ഛമ്മ ധൈര്യമായിട്ടിരിക്കുക, ആ വള എവിടെയും പോകത്തില്ലെന്ന് പറഞ്ഞു. പിന്നീട് മുറിയിലേക്ക് വരുമ്പോഴത്തേനും അവിടെ നന്ദിനി ആകപ്പാടെ വിഷമിച്ചിരിക്കുന്ന കണ്ടു. നന്ദിനി ഇരുന്ന് കരയുവേണം. നന്ദിന്റെ അടുത്ത് നിന്നിട്ട് വേദ ചോദിച്ചു, എന്തിനാ കരയണേ? സങ്കടപ്പെട്ട് കരയേണ്ട കാര്യമുണ്ടോ? നന്ദിനി അല്ലോ കേട്ടോ, ശ്രീജ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നേ. എന്തിനാ ശ്രീജ അടുത്ത് കരയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു, എന്നാലും അതിന് ശ്രീജ അടുത്ത് എടുത്തിട്ടില്ലല്ലോ, പിന്നെ ശ്രീജ അടുത്ത് എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ, ചോദ്യം ചെയ്താൽ കിട്ടാവുന്നതല്ലേ ഉള്ളൂ.
അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വന്നു. ഓ പിന്നെ ചോദ്യം ചെയ്യാനായിട്ട്. ഇത് കേട്ടപ്പം വേദ പറഞ്ഞു, അല്ല ചോദ്യം ചെയ്താൽ കിട്ടത്തില്ലേ, പിന്നെ അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ, ഈ വീട്ടിലുള്ളവർ തന്നെ എടുത്തിട്ടുണ്ടായിരിക്കുന്നു. അല്ല ഇപ്പൊ പൈസയ്ക്ക് ആവശ്യം ശ്രീജാടത്തിക്കൊക്കെ അല്ലേ, അപ്പൊ ഞാൻ അങ്ങ് പറഞ്ഞു ശ്രീജാടത്തി ആയിരിക്കുന്നു. അതിന്റെ വിഷമത്തിൽ ഇരുന്ന് കരയണ. അപ്പോഴേക്കും വേദ പറഞ്ഞു, ശ്രീജാടത്തി എടുത്തേന്ന് എന്താ ഉറപ്പ്, ഇവിടെയുള്ള മറ്റുള്ളവരെ ചോദ്യം ചെയ്ത് അറിയാലോ. ഓ അങ്ങനെയാണോ, ചോദ്യം ചെയ്യാൻ നീ എന്താ പോലീസാണോ, നീ വക്കീലല്ലേന്ന് ചോദിക്കാം. പിന്നെ നിന്റെ ഈ വക്കീലുകളെയും കാര്യങ്ങളൊക്കെ അങ്ങ് കോടതി മതി, ഇവിടെ വേണ്ട കേട്ടോ വേദയെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, ഞാൻ ചോദ്യം ചെയ്താൽ എന്താ, പിന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്ന അവള്. ഇത് കേട്ടിഞ്ഞപ്പോ വേദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിനെ വിളിക്കാം. ഇത് കേട്ടോണ്ടാണ് വിനായകൻ പറയുന്നത്, പോലീസിനോ അതിന്റെ ആവശ്യമൊന്നുമില്ല, പോലീസിനെ വിളിക്കൊന്നും വേണ്ട, ഈ വീട്ടിലെ കാര്യം നമുക്ക് തന്നെ പരിഹരിച്ച പോലെ അത് 2 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് കിട്ടിക്കോളും. അത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു, പിന്നെ പോലീസിനെ വിളിക്കണം, പോലീസിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം, പോലീസ് വരട്ടെ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അതെ നിങ്ങൾക്കൊക്കെ വിളിക്കാൻ ബുദ്ധിമുട്ടാണ്, വേണ്ട വിനായേട്ട ആ ഫോണും കൂടെ തരാൻ പറഞ്ഞാൽ ഫോണും കൂടെ തട്ടിപ്പിടിച്ചു. എന്തിനാടി ഇത്, പോലീസിനെ വിളിക്കാനാ. ഇതേ നന്ദിനി വേറെ അകത്ത് പണിയും ചെയ്യില്ല, ഞാൻ പോലീസിനെ വിളിക്കും, ഇന്ന് പോലീസിനെ വിളിച്ചിട്ടുള്ളൂ. എടി നിന്നോട് ഫോണൊക്കെ തരാനാ പറഞ്ഞേ, ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ നന്ദിനി കിടന്ന് ബലം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിനായകന് എന്ത് ചെയ്തു, അവളുടെ കാരണം തീർത്ത് ഒറ്റ എണ്ണം കൂടെ പൊട്ടിക്കണം. അവളുടെ ഒരു പോലീസിനെ വിളി വന്നിരിക്കുന്നു. ഇതേ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്, ആ ഫോൺ ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് അങ്ങോട്ട് പോയി. നന്ദിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നന്ദിനി ശരിക്കും നാണം കെട്ടുപോയി. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് വിനായകൻ അവളുടെ കർണം അടിച്ച് പൊട്ടിച്ചത്. അപ്പൊ തന്നെ വേദയ്ക്കും വിക്രത്തിനും ഒക്കെ ചെറിയ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വിക്രത്തെ വിളിച്ചോണ്ട് വേദ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വിനായകന്റെ അടുത്തേക്ക് വേദയും വിക്രവും കൂടെ അങ്ങോട്ട് വന്നു. ഈ സമയത്ത് വേദ വിനായകനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, പോലീസിനെ വിളിക്കാം. പോലീസിനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ നന്ദിനി അടുത്തേയും വിനായകൻ ചേട്ടൻ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അടിവരെ എത്തിയില്ലേ കാര്യങ്ങളൊക്കെ. ഇത് കേട്ടപ്പോൾ വിനായകൻ പറഞ്ഞു, അതിന് പോലീസ് എന്തിനാ, പോലീസ് വരട്ടെ, സത്യങ്ങളൊക്കെ അവർ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, അത് പിന്നെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന് അറിയത്തില്ല, ഈ വീട്ടിലുള്ളവരാരെങ്കിലും ആയിരിക്കുന്നേ, അവർ 2 ദിവസത്തിന് തന്നെ കൊടുക്കും. അല്ല 2 ദിവസത്തിൽ അത് കൊടുക്കുമെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാൻ വിനായകേട്ടൻ കാര്യം, വിനായകനാണോ അത് എടുത്തതെന്ന് ചോദിക്കണം. ഞാനോ, പിന്നെ അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ വിനായകൻ എത്ര ഉറപ്പിച്ച് പറയാൻ എന്താ കാരണം, അങ്ങനെയൊന്നുമില്ല, ഞാനിങ്ങനെ പറയുക ചെയ്തേ. അല്ല ഈ വീട്ടിലുള്ള ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആരെയാ വിനായകയുടെ സംശയം, അങ്ങനെ സംശയിക്കാനായിട്ട് ഇവിടെ ആരുമില്ല. ഇനി വിശ്വാൻ എന്താണ് ഒരിക്കലും എടുക്കത്തില്ല, കാരണം വഴി കിടന്നൊരു സാധനം കിട്ടിയാൽ പോലും വിശ്വാൻ എടുക്കത്തില്ല. പിന്നെ വിക്രം നീ ആണെങ്കിലും എടുക്കില്ല എന്ന് എനിക്കൊരു കാര്യം അറിയാം, അതുകൊണ്ട് പിന്നെ ആരെ സംശയിക്കേണ്ടിയില്ലല്ലോ. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, ഈ കുടുംബത്തിലേക്ക് കയറുന്ന മരുമക്കളോ, ശ്രീജേടത്തിയുടെ സ്വഭാവം അറിയാലോ, ശ്രീജേടത്തി അത് ചെയ്യില്ല, വേദയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല താനും. പിന്നെ എൻ്റെ ഭാര്യ അവളിങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമെങ്കിലും അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഇനി ഉണ്ടല്ലോ, അച്ഛൻ്റെ കാര്യമാണോ, അച്ഛൻ അങ്ങനെ ചെയ്യുവോ, അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അമ്മയോട് പറയില്ലേ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ല എന്നിട്ടെന്താ വിനായകേട്ടനെ കുറിച്ച് പറയാത്തെന്ന് വേദ ചോദിച്ചു. അല്ല ഞാന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, എന്തിനാ വിനായകേട്ട ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നേ, ഉള്ള സത്യാവസ്ഥ അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ പോരെ, എടുത്തത് വിനായകൻ എന്നുള്ള കാര്യം ഞാനാ. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെ വിനായകൻ ചേട്ടൻ തന്നെയാണല്ലോ എടുത്തേ, അതങ്ങോട്ട് തിരികെ കൊടുക്കുക, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് പറയാം. അയ്യോ വേദ ഞാൻ കൂടുതലൊന്നും പറയണ്ട, വിനായകേട്ടൻ അത് അതിനു മുമ്പ് എടുത്ത് മറിച്ചു, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞിട്ടുണ്ടെ പ്രശ്നമാവുമല്ലോ എന്നോർത്ത് വിനായകേട്ടൻ ആകപ്പാടെ പേടിച്ചിരിക്കുമല്ലേ, സത്യാവസ്ഥ അതല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ എന്നാ ശരി പോലീസിനെ വിളിക്കാം വിക്രം, പോലീസ് ഒന്ന് തെളിയിക്കട്ടെ, ഇനിയിപ്പോൾ അതൊന്ന് വൃത്തിയുള്ളെന്ന് പറയണം. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് വിനായകൻ പറഞ്ഞു, അത് പിന്നെ എനിക്കൊരു ആവശ്യം വന്നു, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങ് എടുത്തു കൊടുക്കും, അതെടുത്ത് വെച്ചോളും, അതിൻ്റെ പേരിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. 2 ദിവസം, ആ 2 ദിവസം ശ്രീജേടത്തിയും വിശ്വേട്ടനും കുറ്റക്കാരായിട്ട് എല്ലാവരുടെ മുന്നിൽ നിൽക്കണമല്ലേ, അവരെല്ലേ ക്രൂശിച്ചോണ്ടിരിക്കണേ, അവരനുഭവിക്കുന്ന വേദന എന്താണെന്നറിയാവോ, എങ്ങനെ കഴിയുന്ന ചങ്ങാതി നിനക്കത്, മറ്റുള്ളവരെ എപ്പോഴും ഇങ്ങനെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ട് എന്ന് വിക്രം ചോദിച്ചു. അല്ല ഞാനത് പിന്നെ മിണ്ടരുത്, വേദ പറഞ്ഞൊരു കാര്യം ചെയ്യാം, വിനായകന് പോയി പറയാൻ മടിയുണ്ടെങ്കിൽ അച്ഛനോട് തന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞോളാം, എല്ലാ കാര്യങ്ങളും പറയും. അയ്യോ അത് വേണ്ട, ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞോളാം. എന്നാ ശരി പുറത്തേക്കൊന്നും പോകാതെ അകത്ത് വന്നിരിക്കാൻ നോക്ക്, അച്ഛൻ തുടിയിന്ന് വരുന്നവിടം വരെ എന്ന് പറഞ്ഞിട്ട് വേദയും വിക്രം അങ്ങോട്ട് കയറിപ്പോയി. വിനായകൻ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചപോലെ തോന്നി, എന്ത് ചെയ്യണമെന്നറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മാഷും കമലയും കൂടെ അങ്ങോട്ട് വരണം. അപ്പോഴേക്കും കമലയോട് പേര് എന്നിട്ട് പറഞ്ഞു, അമ്മയെ വള കിട്ടിയെന്ന് പറയണേ.
വള കിട്ടിയോ? എവിടെയായിരുന്നു? അതൊക്കെ ഉണ്ട് പറയാം. ദേ നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് കയറി വരാൻ പറയാണ്. അതിനുശേഷം ശ്രീജയെ വിശ്വത്തിനെ എല്ലാവരും കൂടെ വിളിച്ചു. അച്ഛമ്മ അവരൊക്കെ അങ്ങോട്ട് വന്ന് വള കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അവരൊക്കെ ഓടി വരുവാണ്. എവിടുന്ന് എങ്ങനെയാന്നൊക്കെ അറിയണമല്ലോ. മാഷ് ചോദിച്ചു എവിടെയായിരുന്നു? അലമാരിക്കകത്തായിരുന്നോ അതോ വേറെ എവിടെയെങ്കിലും ആയിരുന്നോ? അതൊക്കെ പറയാ അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ മാഷ് വന്ന് ഇപ്പം പറഞ്ഞു ഇവിടെ ഇരിക്കച്ചാന്ന് വേദ പറഞ്ഞു. മാഷ് അവിടെ ഇരുന്നു. ആ സമയത്ത് വേദ വിക്രത്തെ വിളിച്ചു. നന്ദിനി അങ്ങോട്ട് വന്നു. നന്ദിനിക്കും അറിയാൻ ആകാംക്ഷയായിരുന്നു. വിക്രത്തെ വിളിച്ചിട്ട് പറഞ്ഞു വിക്രസ്വാമി ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. അപ്പൊ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്ന വിക്രമാണ് എടുത്തതെന്നുള്ളത്. ആ സമയം വിക്രത്തിന്റെ പിന്നാലെ വിനായകനും കൂടെ അങ്ങോട്ട് വന്നു. പിന്നീട് വേദ പറഞ്ഞു പറ വിനായകേട്ട എന്ന് പറയണം. വിനായകൻ ഇങ്ങനെ പതുക്കെ പതുക്കെ മാഷിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അച്ഛാ അത് പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. എന്താ നിനക്ക് പറയാനുള്ളത്? അത് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ തീരുമാനിച്ചു. അതിൽ കുറച്ച് പൈസ കൊടുക്കുകയും ചെയ്തു. അപ്പം ബാക്കി പൈസ കൊടുക്കേണ്ട തീയതി ഇന്നലെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഷെയർ എനിക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അതിൻ്റെ കൂടെ കുറച്ച് പൈസയും കൂടെ വേണമായിരുന്നു എൻ്റെ ഷെയർ കൊടുക്കണമെങ്കിൽ. അപ്പം ഞാൻ നോക്കിയിട്ട് വേറെ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വളയെടുത്തുകൊണ്ട് പോയി പണയം വെച്ചെന്ന് പറയണം. പറഞ്ഞ് തീരുമല്ല ചാടി എഴുന്നേറ്റ് വിനായകൻ്റെ കവിള് തീർത്ത് ഒറ്റ എണ്ണം കൂടി കൊടുത്തു. ഇതെന്തിനാണെന്നറിയാവോ? നീ കള്ളത്തരം പറഞ്ഞേരം. നീ പറയുന്നതെല്ലാം നുണയായിരുന്നു. അറിയാം, അതിനുള്ള ശിക്ഷ അത്. പിന്നെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ, മറ്റുള്ളവരെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ട് അവള് ഓടി നടക്കുമായിരുന്നു. അതിനും കൂടെ ഉള്ള ശിക്ഷ അതെന്ന് പറഞ്ഞു. ആ സമയം വിനായകൻ പറഞ്ഞു അച്ഛാ ഞാൻ നീ കൂടുതൽ പറയണ്ട, ഇനിയും നുണ നീ പറയണ്ട. സ്വർണ്ണം കൊണ്ടുപോയി പണയം വെച്ചാനല്ല, ഈ നുണ പറഞ്ഞതിനും കൂടെ ഉള്ള കൂലിയാന്ന് പറഞ്ഞു. 2 ദിവസം തരും. 2 ദിവസത്തിനുള്ളിൽ ആ വള കൊണ്ടുവന്നോണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അറിയാലോ ബാക്കി എന്താന്ന് എന്നും പറഞ്ഞിട്ട് മാഷം കൂടെ പോയി കഴിഞ്ഞപ്പോൾ കമല വന്നിട്ട് പറഞ്ഞു എടാ നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നീ എന്ത് പരിപാടിയാടാ കാണിച്ചേ? ഇതിൻ്റെ പേരിൽ ആ പാവം ശ്രീജയും വേദയും വിശ്വമൊക്കെ എത്രമാത്രം നാണം കിട്ടു. അവരെയൊക്കെ നിന്റെ ഭാര്യയെ കളിയാക്കി പറഞ്ഞില്ലേടാ. എന്നാലും കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ. വിശ്വം പറഞ്ഞു പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ വിനായകനെ വേണേൽ ചോദിക്കാൻ പറ്റുന്നു, അമ്മയോടായാലും ചോദിക്കാൻ പറ്റുന്നു. അമ്മ പൈസ തരില്ലായിരുന്നോ? അതിൻ്റെ പേരിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. വിനായകനൊന്നും മിണ്ടാതെ നിൽക്കുക. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇപ്പം നന്ദിനി മാപ്പ് പറയണം വേദയോടും അതുപോലെ ശ്രീജയോടും ഒക്കെ. അവരെയൊക്കെയല്ലേ കുറ്റപ്പെടുത്തി പറഞ്ഞ് അവരൊക്കെ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെ മുഖഭാവമൊക്കെ അങ്ങോട്ട് മാറി കരയുന്ന മട്ടിലായി. ആ സമയം വേദ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല അച്ഛമ്മേ. ഇനിയെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ മറ്റുള്ളവരുടെ തലയിലേക്ക് കുറ്റം കെട്ടിവെക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി. അതുമാത്രം പറയുന്നുള്ളൂ പറയണം. വെട്ടിത്തിരിഞ്ഞ് നന്ദിനി അകത്തേക്ക് അങ്ങോട്ട് പോയി. എല്ലാവരും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം വേദയുടെ അടുത്ത് വന്നിട്ട് കമല പറഞ്ഞു മോളെ നീ എന്താളും സത്യങ്ങൾ കണ്ടുപിടിച്ച് നന്നായി. അല്ലായിരുന്നെങ്കിൽ പാവ ശ്രീജയും നീയൊക്കെ ഇനി കുറച്ച് ദിവസങ്ങൾ എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരായിട്ട് നിൽക്കേണ്ട വന്നേണെന്നൊക്കെ പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.